2025 ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏതാണ്? ഉത്തരം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ. പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനം ഏതാണ്? ഉത്തരം ഡിജിപിൻ. ഇന്റർനെറ്റ് ഉപയോഗത്തിനായി ആദ്യം രൂപം കൊണ്ട ഭാഷ ഏതാണ്? ഇന്റർനെറ്റ് ഉപയോഗത്തിനായി ആദ്യം രൂപം കൊണ്ട ഭാഷയാണ് ജാവ. ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ സംഗീതജ്ഞ ആരാണ്? ഉത്തരം MS സുബ്ബലക്ഷ്മി. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നിലവിൽ ലോക 1-ാം നമ്പർ സ്ഥാനം ആർക്കാണ്? ഉത്തരം നീരജ് ചോപ്ര. കേരളത്തിലെ ഏത് ജില്ലയെയാണ് അതിദാരിദ്ര്യരഹിത ജില്ലയായി പ്രഖ്യാപിച്ചത്? ഉത്തരം കോട്ടയം. യൂട്യൂബ് പ്രവർത്തന സജ്ജമായ വർഷം ഏതാണ്? ഉത്തരം 2005. ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വിൻഡൻ സർഫ്. പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത സമരപ്രസ്ഥാനം? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വർഷം എന്നാണ്? ഉത്തരം 1917. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റേച്ചൽ കേഴ്സൺ. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? ഉത്തരം നവംബർ 12. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആഘോഷിക്കുന്നത്. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം തട്ടേക്കാട് പക്ഷി സങ്കേതം. പായ്വഞ്ചിയിൽ ലോകം ചുറ്റുന്ന ആദ്യ ഇന്ത്യൻ വനിതകൾ ആരൊക്കെയാണ്? ഉത്തരം ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ ദിൽന, കോഴിക്കോട് സ്വദേശിനിയാണ് അവർ. രണ്ടാമത്തെയാൾ ലഫ്റ്റനന്റ് കമാൻഡർ രൂപ കെ, പുതുച്ചേരി സ്വദേശിനിയാണ് അവർ. ഓസോൺ ദിനം എന്നാണ്? ഓസോൺ ദിനം സെപ്റ്റംബർ 16-നാണ്. ഭൗമദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 22-ന്. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 2. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ചാൾസ് ബാബേജ്. WWWന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം വേൾഡ് വൈഡ് വെബ്. കമ്പ്യൂട്ടർ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഉത്തരം ലാറ്റിൻ ഭാഷയിൽ നിന്ന്. ലോകത്തിലെ ഏറ്റവും പ്രമുഖ ഓൺലൈൻ സർവ്വവിജ്ഞാന കോശം ഏതാണ്? ഉത്തരം വിക്കിപീഡിയ. കേരളത്തിൽ ആദ്യം കമ്പ്യൂട്ടർ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം കൊച്ചി. ഇന്ത്യയിൽ ആദ്യം നിർമ്മിക്കപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഉത്തരം പരം. കോർണർ കിക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഫുട്ബോൾ. കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കല്ലേൻ പൊക്കുടൻ. കേരളത്തിൽ കൂടുതലായി കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം കണ്ണൂർ ജില്ലയിൽ. ഇന്ത്യയിൽ കൂടുതലായി കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം പശ്ചിമ ബംഗാൾ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണ്? ഉത്തരം പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ഏതാണ്? ഉത്തരം ആമസോൺ മഴക്കാടുകൾ. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പിയറി ഡി കുപ്പർട്ടിൻ. കേരള സംസ്ഥാന കായിക ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 13. ദേശീയ കായിക ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 29. ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസ് ആരാണ്? ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ്. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി
ഡിജിപെൻ ആവിഷ്കരിച്ചത്? ഉത്തരം തപാൽ വകുപ്പ്. ആഗോളതലത്തിൽ ഏറ്റവും സമ്പന്നമായ നഗരം ഏതാണ്? ആഗോളതലത്തിൽ ഏറ്റവും സമ്പന്നമായ നഗരമാണ് ന്യൂയോർക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഉത്തരം ഹിന്ദി. വിമുക്തി മിഷന്റെ അംബാസിഡർ ആരാണ്? ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. മലബാറിലെ സസ്യങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. 7, 8, 9, 1 എന്നീ സംഖ്യകൾ കൊണ്ട് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഉത്തരം 9, 8, 7, 1. എളുപ്പമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഏറ്റവും വലിയ സംഖ്യ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്ന സംഖ്യയിൽ ആദ്യം വലിയ സംഖ്യ എഴുതുക, പിന്നെ അതിനെക്കാട്ടിലും ചെറുത്, അങ്ങനെ ചെറുതിലേക്ക് പോവുക. ഏറ്റവും ചെറിയ സംഖ്യ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു എഴുതുക. ഓക്കെ, ഇതിൽ തന്നെ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 7, 8, 9. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം. പൂജ്യം കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ബ്രഹ്മഗുപ്തൻ. രാജ്യക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരാണ് കണ്ടെത്തിയത്. 10, 12, 16, 24 ഈ ശ്രേണിയിലെ അടുത്ത പദം ഏതാണ്? ആലോചിച്ച് നോക്കൂ കേട്ടോ, എന്നിട്ട് എഴുതിയാലും മതി. ഇങ്ങനത്തെ ശ്രേണിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് എഴുതിയാൽ കിട്ടുന്നതാണ്. 10 12ക്ക് 2 കോടി, 12 16ക്ക് 4 കോടി, 16 24ക്ക് 8 കോടി. ഇനി അടുത്ത എത്ര കൂടണം? 2, 4, 8. അടുത്തത് 16 കൂടണം, അതായത് 42 ആണ് അടുത്ത ഉത്തരം. മുണ്ടക്കൈ, ചൂരൽമല എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം വയനാട് ജില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം വീണ ജോർജ്. MT വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് ലഭിച്ചത് എന്നാണ്? ഉത്തരം 1984 വാനപ്രസ്ഥം എന്ന നോവലിന്. സാഹിത്യ നഗര പദവി ലഭിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം കോഴിക്കോട്. സാഹിത്യ നഗര പദവി ലഭിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം കോഴിക്കോട്. ആദിത്യ L1 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. സൂര്യനെ നിരീക്ഷിക്കാൻ സമർപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ദൗത്യം ഏതാണ്? ഉത്തരം ആദിത്യ L1. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്നാണ്? ഉത്തരം 1969 ജൂലൈ 21. റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഉത്തരം സഞ്ജയ് മൽഹോത്ര. ചൈൽഡ് ലൈൻ നമ്പർ എത്രയാണ്? ഉത്തരം 1098. കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഉത്തരം വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് ഏതാണ്? ഉത്തരം സ്വരാജ് ട്രോഫി. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 2. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 44. അതിൽ 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് പാമ്പാർ, ഭവാനി, കബനി. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഏതാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഏകതാ പ്രതിമ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണവും സ്ത്രീ കർഷകർക്ക് സുസ്ഥിര വരുമാനം സൃഷ്ടിക്കലും ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം KTAP, കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഉത്തരം വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ഉത്തരം ബുധൻ. സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഉത്തരം സിംഹവാലൻ കുരങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം ഏതാണ്? ഉത്തരം
ബുദ്ധമയൂരി. മുമ്പോട്ടും പിമ്പോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ്? ഉത്തരം ഹമ്മിങ് ബേർഡ്. കേരളത്തിൽ കാഴ്ചപരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതി. ഉത്തരം ദീപ്തി.